ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഈ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ വെമ്പുവ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കശുവണ്ടി മേഖല. ഏകദേശം കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള മഴയിൽ കശുവണ്ടി മേഖല തകർന്നിരിക്കുകയാണ്. ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ കശുവണ്ടി മേഖലയിൽ വന്ന പ്രത്യാഘാതം, കരിഞ്ഞ പൂക്കൾ ഇനിയുള്ള സമയത്തിൽ ഇനി ആവുമോ എന്നുള്ള വലിയ സംശയമാണ്. ഈ മലയോര മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങൾ, ഓരോ മേഖലയും തകർന്നടിയുമായി ബന്ധപ്പെട്ടുള്ള ഇത് നമ്മളെ നാളികേര ബോർഡിൻ്റെയും ഈ സമ്മിശ്ര കർഷകനും ഈ ഭാഗത്തുള്ള എല്ലാ കർഷകർക്കും വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്ന കൊഴുവേലി കുഞ്ഞുമോൻ ചേട്ടനാണ് ഉള്ളത്. കാലാവസ്ഥാ വ്യതിയാനം കാർബൺ ക്രെഡിറ്റ് പദ്ധതിയിലെ നമ്മളെ നിർണായക പങ്ക് വഹിക്കുന്ന കുഞ്ഞുമോൻ ചേട്ടനാണിത്. കൂടിയുള്ളത് ജോൺ പോൾ അച്ചായൻ. ഈ കാണുന്ന റബ്ബറും കശുമാവും ഒക്കെ ഉള്ളൊരു വലിയൊരു മലയോര മേഖലയിലെ കർഷകനാണ്. അച്ചായ, ഇനി സംഭവിക്കാൻ പോകുന്ന ഇനി ഈ കശുവണ്ടി മേഖല തിരിച്ചു വരുമോ? ബുദ്ധിമുട്ടാണ് തിരിച്ചു വരാൻ. ഒരിക്കലും വരില്ല. ഈ സീസണിൽ വരാൻ വഴിയില്ല. കാരണം വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ, പൂ മുഴുവൻ കരിഞ്ഞു. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത വീണ്ടും മഴ വരാൻ പോവാ. അത് 12-ാം തീയതിക്ക് ശേഷം ഈ ഉള്ള തളുപ്പും കൂടെ അത് വീണ്ടും മൂത്ത് വലിയ ഇലയാവും. പിന്നെ അത് പൂക്കില്ല. പിന്നെ അതേപോലെ റബ്ബർ മേഖലയിലെ ചപ്പടിഞ്ഞതും റബ്ബർ മേഖലയിൽ കാര്യമായിട്ട് ഇനി ഒന്നും സംഭവിക്കാനില്ല. കാരണം ഉൽപാദനം വളരെ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടാണുള്ളത്. കാരണം അതിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഇലകളും പൊഴിഞ്ഞു. മഴയിൽ ബാധിച്ച് അത് മുഴുവൻ പൊഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. നാളികേരത്തിനും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ചൂട് കൂടിയത് കൊണ്ട് ഒരു തെങ്ങിലും തേങ്ങയില്ല. വളരെ കൃത്യമായി പരിചരിക്കുന്നവർക്ക് പോലും അത് നിലയിൽ ഞാൻ അതിന്റെ ഒരു നല്ല വീഡിയോ എടുത്തിട്ടുണ്ട്. അതെ, നാളികേരത്തിന്റെ എല്ലാവരും ഇതിലും ഓൾറെഡി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ഈ വർഷം ഏകദേശം കശുവണ്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ലൊരു വിലയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ കർഷകർ? അത്യാവശ്യം വില കിട്ടേണ്ടതായിരുന്നു അല്ലേ? അതിലാണ് അത്യാവശ്യം കർഷകർക്ക് ഒരു പൈസ കിട്ടുന്ന മലയോര മേഖലയിലെ കർഷകർ. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലാവുന്നത് നല്ല പൂത്ത് ഇപ്പം തളിർത്തു തുടങ്ങി. അടുത്ത വർഷത്തേക്കുള്ള ഇതിൽ മാവ് തളിർത്തു തുടങ്ങി. പൂവലി ഏകദേശം എല്ലാം കരിഞ്ഞു പോയി. ഇനിയിപ്പം അടുത്ത ടേമിലും കൂടി ഇപ്പം തളിർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ പൂക്കേണ്ടതാണ്. തളിർത്ത് കഴിഞ്ഞാൽ ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് വരാം. ഇത് തളിർത്ത് കഴിഞ്ഞാൽ ഇനി പൂക്കേണ്ടതാണ്. ഇനിയിപ്പോൾ മഴ എന്നും കൂടി വരുമ്പോൾ അത് വീണ്ടും ആ ഇല മൂത്തു പിന്നെ പൂക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള വലിയ പ്രതിസന്ധി മലയോര മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധികൾ എവിടെ എത്തിക്കുന്നത് വെച്ചാൽ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കുവാനുള്ള ജനങ്ങളുടെ അത് ഈ മലയോര മേഖലയിലെ മാർക്കറ്റിൽ എത്തി അത് മറ്റുള്ള മേഖലയിലേക്ക് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സാമ്പത്തിക ചക്രമണം, അതായത് സംക്രമണം പറയാം, സൈക്കിൾ സിസ്റ്റം അത് പിന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ്. അങ്ങനെയല്ലേ അച്ചായ വരുക? എല്ലാ മേഖലയും തരിപ്പണാവുന്ന രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ള രീതിയിൽ കാര്യമായ ഇത് കാലാവസ്ഥ സാക്ഷരത വേണ്ടി വരില്ലേ ഇനി അച്ഛാ? വേണം. അതാണ് ഏറ്റവും വേണ്ടത്. കാലാവസ്ഥ സാക്ഷരതയും നമ്മൾ ഹരിത മരങ്ങളൊക്കെ കൂടുതൽ ഇത് ചെയ്തിട്ട് കാർബൺ എമിഷൻ കുറച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഇത് പിന്നെ കൂട്ടുക എന്നുള്ളതാണ്. അതിൻ്റെ ഇതിലാണ് അച്ചായനായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടത്. അതിൽ വലിയ സപ്പോർട്ട് അച്ചായന അതിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിഷയങ്ങളിലേക്ക്, ഈ കശുമാവിൻ്റെ കൂടുതൽ വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ അടുത്ത തലമുറയിലേക്ക് എത്തിക്കുക. വരാൻ പോകുന്ന ഈ വിപത്തിനെ നമുക്ക് എല്ലാവർക്കും കൂടി ഒറ്റക്കെട്ടായി മാത്രമേ അതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.